എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ലാൻഡ് ഓഫ് വാലി ആയിരിക്കും കാണിക്കുക. അവിടേക്ക് ഇപ്പൊ അവരുടെ ഹൊക്കാഗ ഒരു പല്ലക്കിൽ കടന്നു വരും. ഹൊക്കാഗയെ സ്വീകരിക്കാനായിട്ട് വിക്ടറും ടീമും അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാഡം മിയയെ കാണാനായിട്ട് അങ്ങനെ ആ ഒരു ഐലാൻഡിന്റെ അകത്തേക്ക് വരും. സാറടെ ആണെങ്കിൽ ബൊറൂട്ടോട് ചോദിക്കും, നിനക്കൊരല്പം ടെൻഷനുണ്ടോ? അതിന് ബൊറൂട്ടോ കാഷ്വലായിട്ട് പറയും, എനിക്ക് ടെൻഷനൊന്നുമില്ല, എത്രയും വേഗം മാഡം മിയയെ കാണണം. അവരുടെ കയ്യിൽ ഈ റിങ് അതെനിക്ക് ഏൽപ്പിക്കണം. ഐലാൻഡിൽ ബാഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ പാടില്ല. സ്ട്രെയിറ്റ് പോയി മേയെ കാണുന്നു, ഈ റിങ് കൊടുക്കുന്നു. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ബൊറൂട്ടോ പറയും. കട്ട് ചെയ്ത ഇവിടെ മീറ്റ്സിക പതിയെ കണ്ണു തുറക്കുകയാണ്. ഒച്ചിമാറുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, നീ കണ്ണു തുറന്നല്ലോ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. മീറ്റ്സികയ്ക്കാണെങ്കിൽ ഒറോച്ചിമാറുവിനോട് എന്തു പറയണമെന്ന് അറിയില്ല. കാരണം അവനോട് 100 വട്ടം പറഞ്ഞതാണ് ആ സേജ് പവർ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഉടനെ മീറ്റ്സികയാണെങ്കിൽ ഇപ്പൊ തല താഴ്ത്തി സോറി പറഞ്ഞങ്ങനെ കിടക്കും. അതിന് ഒറോച്ചിമാറു പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നീ കടന്നു പോയത്. നിന്റെ ഇന്റേണൽ ഓർഗൻസ് അത് ഞാൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് മാസങ്ങൾ കൂടെ നിനക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നീ ക്യൂർ ആവും. മാത്രമല്ല, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഇപ്പൊ ഭയങ്കര അഭിമാനമാണ്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ബൊറൂട്ടോയെയും സാറുടെയും അവർ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ആ സേജ് പവർ അത് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും നിനക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അവരെക്കുറിച്ച് ഓർത്ത് ആവശ്യമില്ലാതെ നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ആള് പോയി കഴിഞ്ഞു. എന്റെ അസിസ്റ്റന്റ് പോയി കഴിഞ്ഞു. അവനത് പറഞ്ഞു നിൽക്കേണ്ട താമസം സുഗട്സു ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. സുഗട്സു ആണെങ്കിൽ അവിടേക്ക് വന്ന് അവൻ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് അത് പറയാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോയും സാറുടെയും അവർ രണ്ടുപേരും ആ ലാൻഡ് ഓഫ് വാലിയിലേക്ക് പോയിരിക്കുകയാണ്. ഓൾറെഡി കൊനാമാരും ആ സെൻസായും അവരും ആ ഒരു ഐലാൻഡിൽ തന്നെയാണ് ഉള്ളത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ മീറ്റ്സിക അവൻ ഷോക്കായി ഞെട്ടി എഴുന്നേക്കും. ഒറോച്ചിക്കാണെങ്കിൽ കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലായി. ഒറോച്ചി ഇപ്പൊ സുഗട്സുവിന്റെ വാ പൊത്തി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. മീറ്റ്സികയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും. അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ചാടി എഴുന്നേറ്റ് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന കളെല്ലാം തന്നെ പിടിച്ചു വലിച്ച് ഊരുകയാണ്. അത് കണ്ട് സീനിയർ മീറ്റ്സിക അവനാണെങ്കിൽ കുഞ്ഞൻ മീറ്റ്സികയുടെ അടുത്തേക്ക് വരും. മീറ്റ്സിക, നീ എന്തായി ചെയ്യണേ? ഓൾറെഡി നിന്റെ ബോഡി വീക്കാണ്. ഇപ്പൊ പ്രോപ്പറായിട്ട് മെഡിസിനും റെസ്റ്റും എടുത്തിട്ടില്ല എങ്കിൽ നിന്റെ ജീവന് പോലും അത് വലിയ ആപത്തായി മാറും. അതിന് മീറ്റ്സിക പറയും, എനിക്ക് എല്ലാത്തിലും വലുത് എൻ്റെ ഫ്രണ്ട്സാണ്. അവരിപ്പോൾ അപകടത്തിലാണ്, എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ കടന്നു പോകാൻ ശ്രമിക്കും. അതിന് സീനിയർ മീറ്റ്സികയാണെങ്കിൽ അവനെ പിടിച്ചു കിടത്തി അൺകോൺഷ്യസ് ആവാനുള്ള ഒരു ഇഞ്ചക്ഷൻ അവന് കൊടുക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഫ്യൂഡൽ ആളാണെങ്കിൽ വിക്ടറിന്റെ ലാബ് മുഴുവൻ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. ആ ലീവ് വില്ലേജിൽ നിന്ന് ആസ്ര സെൽസ് അത് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് ഫ്യൂഡൽ ചോദിക്കും. അതിന് വിക്ടർ പറയും, അതെ, നിങ്ങൾ കേട്ടതെല്ലാം ശരി തന്നെയാണ്. ഇന്ത്യൻ നേഷൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നറിയാം. പക്ഷേ ഇപ്പോ നമുക്ക് വേറെ വഴിയില്ല. ഇതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഫ്യൂഡലാടുമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും. അടുത്ത നിമിഷം ആ ലേഡി അവളിപ്പോ ഫ്യൂഡലാടിന്റെ അടുത്തേക്ക് വന്ന് ആളെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവൾ ഫ്യൂഡലാടിനോട് പറയും, നമ്മൾ മെയിൻ ലബോറട്ടറിയിലേക്ക് കടക്കാൻ പോവാണ്. അവളത് പറയേണ്ട താമസം നല്ല ഫോഴ്സിൽ ആണെങ്കിൽ അവർക്ക് നേരെ വീശി അടിക്കും. അവളാണെങ്കിൽ അവരോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് സ്റ്റെറിലൈസേഷൻ ആണ്, നമുക്ക് ലിഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഒരു ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറുടെയും അവർ രണ്ടുപേരും മിയയുടെ അടുത്തേക്ക് വരും. മിയയുടെ കയ്യിൽ ഇപ്പോഴും ആ വിക്ടർ കമ്പനിയുടെ ഒരു സിമ്പൽ ഉണ്ട്. അവളാണെങ്കിൽ നടന്ന കാര്യങ്ങൾ അത് നമ്മുടെ ആൾക്കാരോട് ചോദിക്കും. ബൊറൂട്ടോ അവളുടെ ഹസ്ബൻഡിന്റെ റിങ് അത് അവൾക്ക് നേരെ നീട്ടും. ആക്ച്വലി ഞങ്ങൾക്ക് അവനെ കണ്ടെത്താനായിട്ടില്ല. വിക്ടറിന്റെ കമ്പനിയിൽ അവനും റിസർച്ച് ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. ആക്ച്വലി അവൻ എന്ത് റിസർച്ചാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആ റിസർച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള ഉത്തരം അതിലൂടെ കിട്ടുമെന്ന് പറയും. അതേസമയം ഇവിടെയാണെങ്കിൽ വിക്ടർ അവരുടെ മെയിൻ റിസർച്ചും ലാബും ഒക്കെ കാണിച്ചു കൊടുക്കും. അവിടെ ഓരോരോ ട്യൂബിലായിട്ട് കുറെ പാർട്സ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് ആളങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. വിക്ടർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂഡലാടിന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു റിസർച്ച് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഐലാൻഡിന്റെ പേര് അത് വാനോളം ഉയരും. എല്ലാ ഡിസീസിനെയും ക്യൂർ ചെയ്യാനുള്ള മെഡിസിൻ അത് നമ്മളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ റിസർച്ചിന്റെ എല്ലാം തന്നെ ഔട്ട്കം. ഫ്യൂഡലാടിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ആള് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. വാവ്, സത്യത്തിൽ ഇതൊരു വലിയ റെവല്യൂഷൻ തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയ സന്തോഷം എന്ന് പറയുമ്പോഴായിരിക്കും ഫ്യൂഡൽ നാടിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ഗെഞ്ചിപ്സു അതിപ്പോൾ ആരോ അൺലോക്ക് ചെയ്യുക.
ഗെഞ്ചിപ്സ് റിലീസ് ആവേണ്ട താമസം ലാബിൽ നടക്കുന്ന യഥാർത്ഥ കാര്യം കണ്ട് ഇപ്പൊ ഫ്യൂഡൽ ഷോക്ക് ആവുകയാണ്. മാത്രമല്ല ആളുടെ 2 അസിസ്റ്റൻസ് അവരും യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അവര് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കൊനഹമാരു, അതുപോലെ തന്നെ സെൻസായി. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഫ്യൂഡലാണെങ്കിൽ ആ ഒരു ഐലാൻഡിലേക്ക് എത്തുന്ന മാർഗമധ്യേ നമ്മുടെ ആൾക്കാര് അവർ രണ്ടുപേരും ചേർന്ന് 2 സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ഒരു ഭാഗത്തിട്ടു. അതിനുശേഷം അവരുടെ രൂപത്തിൽ മാറി നമ്മുടെ കൊനഹമാരു സെൻസായും ഇവിടം വരെ എത്തി. സ്റ്റെറിലൈസേഷൻ സ്പ്രേ എന്ന് പറഞ്ഞ് വലിയ തോതിൽ വെള്ളവും അതുപോലെ തന്നെ വിൻഡും ഫ്യൂഡലാഡിന് നേരെ അടിച്ച് അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ ഒരു കെഞ്ചിപ്സുവില് അവർ ലോക്ക് ചെയ്യുകയായിരുന്നു. കട്ട് ചെയ്താ ഇപ്പൊ വിക്ടറിന് കൺട്രോൾ പോവും. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് കടന്നു വരും ചോദിച്ച് വിക്ടർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. അതിന് സെൻസായി ആണെങ്കിൽ ആളുടെ കത്തി അങ്ങനെ നീട്ടി വിക്ടറിന്റെ ഒരു കൈ വെട്ടിയെറിയാണ്. വിക്ടറിന്റെ അസിസ്റ്റന്റ് ലേഡി അവളാണെങ്കിൽ ഓടി വന്ന് മെഡിക്കൽ ജിപ്സും ഒക്കെ ഉപയോഗിച്ച് ആളുടെ കൈ റെഡിയാക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ കൊനഹമാരു അവനാണെങ്കിൽ ഫ്യൂഡലാൻഡിന്റെ അടുത്തേക്ക് ചെന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ഈ വിക്ടറും ഇവന്റെ ആൾക്കാരും ചേർന്ന് നിങ്ങളെ ഒരു ഗെഞ്ചിപ്സുവില് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇവന്റെ യഥാർത്ഥ റിസർച്ചും കാര്യങ്ങളും നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് വളരെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവനിവിടെ റിസർച്ച് ചെയ്യുന്നത്. ഈ വിക്ടറും ടീമും ആസ്ര സെൽസ് അതുപയോഗിച്ച് ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹ്യൂമൻസിന് ഇതിനോടകം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഈ റിസർച്ച് മുൻപോട്ടേക്ക് പോയാൽ അത് വലിയ ആപത്താണ്. എത്രയും വേഗം ഈ റിസർച്ച് നിർത്തണം. ആസ്ര സെൽസ് അത് തിരികെ ലീഫ് വില്ലേജിൽ എത്തിക്കണം. അങ്ങയുടെ ബോഡി ഗാർഡ്സിനെ തല്ലിയത് അത് ശരിക്കും തെറ്റ് തന്നെയാണ്. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഫ്യൂഡലാടാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയാതെ അല്പസമയം മൗനമായിട്ട് നിൽക്കും. സത്യത്തിൽ ക്ഷമ പറയേണ്ടത് ഞാനാണ്. ജനങ്ങൾ ഈ കാര്യം അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഐലാൻഡിനെ വെറുക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എത്രയും വേഗം ആസ്ര സെൽസ് നിങ്ങൾ നിങ്ങളുടെ ഐലാൻഡിലേക്ക് കൊണ്ടുപോകണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഹാപ്പിയായി മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുക. വിക്ടറിന്റെ കൈ അതങ്ങനെ തനിയെ നീങ്ങി മുൻപോട്ടേക്ക് പോയി. ഞൊടിയോടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബസർ അത് അമർത്തുകയാണ്. വിക്ടറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനിയാണ് യഥാർത്ഥ സർപ്രൈസ് എന്ന് പറഞ്ഞ് അവനവന്റെ കൈ മുകളിലേക്ക് ഉയർത്തും. അടുത്ത നിമിഷം ആ കൈ അവന്റെ കൈയുമായിട്ട് കമ്പൈനായി നോർമലായി മാറും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവന്റെ 2 സോൾജിയേഴ്സ് ഇപ്പോ സെൻസായിക്കും കൊനഹമാരുവിനും നേരെ പാഞ്ഞടുക്കും. മറ്റൊരു ഭാഗത്ത് ആ ഹാസ്ര സെൽസ് അതങ്ങനെ ഡെവലപ്പായി ഇപ്പൊ കുറേശ്ശെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. ഫ്യൂഡലാണെങ്കിൽ കാഴ്ച കണ്ട് പേടിച്ച് പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കും. വിക്ടറും അവിടുന്ന് മാറി നിൽക്കുകയാണ്. ഹാസ്ര സെൽസ് ആണെങ്കിൽ ഒരു ഡയമണ്ട് ട്രീ പോലെ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. അതിൽ നിന്ന് ഒരു പ്രത്യേക തരം ടെന്റിക്കിൾസ് പുറത്തേക്ക് വന്ന് കൊനഹമാരുവിന്റെ കൈ അത് ലോക്ക് ചെയ്ത് അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ വിക്ടർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റുമായി ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറും. ആ ഡോക്ടറിനെ പോലും അവരോടൊപ്പം കൂട്ടാനായിട്ട് അവര് തയ്യാറാവില്ല. ആ മരത്തിന്റെ ടെന്റിക്കിൾസ് ഇപ്പൊ ഡോക്ടറിനെയും വരിഞ്ഞു മുറുകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു ബേസ് കാണിക്കും. അവിടെയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് അടുത്ത നിമിഷം അവർ നിൽക്കുന്ന ഫ്ലോർ അത് പതിയെ തകരുകയാണ്. ഇവിടെ കൊനഹമാരു സെൻസായും അവർ രണ്ടുപേരും ചേർന്ന് ആ വൃക്ഷത്തിന്റെ കുറെ ടെന്റിക്കിൾസ് വെട്ടിയെറിയും. കൊനഹമാരുവിനാണെങ്കിൽ അവന്റെ ലെഫ്റ്റ് കൈ അത് അനക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിലെ പവർ മുഴുവനായിട്ടും ആ ട്രീ അബ്സോർബ് ചെയ്തെടുത്തു. അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫ്യൂഡലാഡിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് മിയ ആണെങ്കിൽ പ്രസിഡന്റിനെ കാണാനായി കടന്നു പോകും. അവൾ പോകുന്നത് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അവളെ തടയും. അപ്പൊ ദൂരത്തായിട്ട് വിക്ടർ കമ്പനിയിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുകയാണ്. കാര്യം വഷളാണെന്ന് മനസ്സിലാക്കിയ ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ആ കമ്പനി ലക്ഷ്യമാക്കി ചാടി ഓടും. ഇവിടെ വിക്ടർ ആണെങ്കിൽ ആ വലിയ ട്രീയില് പൂ വിരിയുന്നത് കണ്ട് വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.